ഇവിടെയൊക്കെ കുറച്ച് തോട്ടം തൊഴിലാളികളൊക്കെ താമസിക്കുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ്. അവരുടെ കുറേ ലയങ്ങളും അമ്പലങ്ങളും ഒക്കെയാണ് ഇത് കേട്ടോ. ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ഇതാണ് താഴെ ആനച്ചാടി എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ പോയതാണ് മേലെ ആനച്ചാടി. ആര്യങ്കാവ് പഞ്ചായത്താണ് കേട്ടോ. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത്, താഴെ ആനച്ചാടി. ഇതാണ്ട, ഞാൻ മറന്നിട്ടില്ല. പണ്ട് വന്നപ്പോൾ ഞാനിങ്ങനെ ഒന്ന് വായിച്ചായിരുന്നു സംഭവം. ഇതൊരു ബസ് സ്റ്റാൻഡാണ്. ഇവിടെ ബസ് വരുമെന്ന് തോന്നുന്നു കേട്ടോ. ബസ് നിർത്തുന്ന സ്ഥലമാണ്. ആ ചേട്ടൻ്റെ വീടങ്ങ് കുറച്ച് അകത്തോട്ടാണ് കേട്ടോ. പുള്ളി പറഞ്ഞാൽ അവിടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു സ്റ്റേജൊക്കെ ഉണ്ട്. ഈ അമ്പലത്തിലെ പരിപാടിയൊക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങനെ പാറിപ്പറക്കുന്ന കൊടികൾ, ഒരു മയിലുമൊക്കെ കാറിന് വട്ടം വെച്ചതുകൊണ്ട് ദൂരെയാണ്, കാണാൻ പറ്റുമെന്ന് അറിയാൻ. അപ്പോൾ ഇങ്ങനെയുള്ള മനോഹരമായ സ്ഥലമാണ്. നമ്മളിനി ഇവിടെ നിന്ന് ഇങ്ങനെ പോകും. ഒരാൾമാരൊക്കെ കണ്ട, ഇതൊരു വൈബ് സ്ഥലമാണ് കേട്ടോ. അന്ന് ആ ചേട്ടൻ വിളിച്ചുകൊണ്ട് ഇതുവഴി അങ്ങനെ വെച്ച് പ്രായം ചെന്ന ഒരാളാണ്. അവിടെ ഒരു വീടാണ്. അപ്പോൾ അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ആ വീഡിയോയുടെ കുറേ ഭാഗങ്ങളൊക്കെ എൻ്റെ നിന്ന് എന്തോ സംഭവിച്ച് ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. പിന്നെ അതിൻ്റെ കുറച്ച് പീസൊക്കെ കിടപ്പുണ്ട്, അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനോഹരമായ സ്ഥലമാണിത് കേട്ടോ. താഴെയിൽ ആനച്ചാടി. ഈ ബസ് സ്റ്റാൻഡാണ്, നല്ല ഭംഗിയില്ലേ. അപ്പോൾ നമ്മൾ ആ ചേട്ടൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. ചേട്ടൻ്റെ വീട്ടിൻ്റെ അവസ്ഥ, ലയങ്ങളല്ല, ലയൻ തോട്ടം തൊഴിലാളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പുള്ളിയുടെ വീട്ടിലോട്ട് നമ്മളെ ക്ഷണിച്ച് നമ്മളങ്ങനെ പുള്ളിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടുത്തെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. രണ്ടുമൂന്ന് പട്ടികളുണ്ട് കേട്ടോ. അണ്ണാ ഇവിടെ നില്ലണ്ണ, ഏറ്റവും പേടിയുള്ള സാധനമാണിത്. 40 അതിനാ ഞാൻ ഇന്നലെ ലേബർ കോർട്ടിൽ വന്നിരുന്നത്. ലേബർ കോർട്ടിൽ ഞാൻ ഇന്നലെ വന്നിരുന്നു. വല്ലാത്തൊരവസ്ഥയാണ് തോന്നുന്നു കേട്ടോ. അത് തന്നെ ദുരിതം തന്നെ. ഇതൊക്കെ ഒരു വെള്ളപ്പാച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ തീർന്നു. ഈ മൂല നോക്ക്, എല്ലാം പൊട്ടിയിരിക്കുകയാണ്. കയറിയാൽ എന്നിട്ട് നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അത്രയൊക്കെ അവന്റെ പുറവശത്ത് 2 മുറിയുടെ എല്ലാം കൂടി ഞാൻ 60, 80, 85 വർഷം പഴക്കമുള്ള ലയമാണിത് കേട്ടോ. 1900 ഭിത്തികൾ വിണ്ടി കയറിയിരിക്കുന്നില്ലേ. ഈ പടി നോക്കാം. ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് കുറച്ചൊക്കെ ചെയ്ത് നമ്മുടെ പൈസ ഉണ്ട്. ജീവിച്ചു പോകാൻ പോലും നിവർത്തിയില്ലാത്ത നമുക്ക് പൈസ ഉണ്ടോ കയ്യിൽ? ഒരു ചെയറെടുത്തിട്ട് ഒരു 5 മിനിറ്റ് രണ്ടായിട്ട് വർഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മണിയും വർഷമല്ല. 1940-ലുള്ളതാണിത്. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ സാധനമാണിത്. ഇപ്പോഴും ഇവരിവിടെ താമസിക്കുകയാണ്. ചേച്ചി പണിക്ക് പോകുന്നുണ്ടല്ലേ? ഇപ്പൊ പോകുന്നില്ലേ? ഒരു വീഴ്ചയിൽ ഇവിടെ കൈ കശേരി ആള് മരിച്ചു എന്ന് പറഞ്ഞു. വീടിന്റെ അവസ്ഥ അതാണ്. അവർക്ക് ആ വിഷമം നമ്മളെ വിളിച്ചത്. തങ്കരാജ്. പേരെന്താണ് എന്റെ പേരെന്തുവാ? തങ്കരാജു അല്ലേ? ഇതൊക്കെയാണ് അവസ്ഥ നിങ്ങളുടെ വീടിന്റെ അല്ലേ? ഇതിനകത്തൊന്ന് പിടിക്കാൻ വയ്യ കേട്ടോ. മൊത്തം ദ്രവിച്ച വെണ്ട് കീറി ഇരിക്കുകയാണ്. ഏത് സമയം നിലം പതിക്കുകയോ അതേ കണക്ക് കിടക്കുകയാണിത്. അതുകൊണ്ടാ എന്തോ ഇത് മനുഷ്യൻ താമസിക്കുന്ന ഏരിയ. ഇവർ കിടക്കുന്ന പെരയാണിത് കേട്ടോ. ഇതിനകത്താണ് ഇവർ കിടക്കുന്നത്. ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് അമ്പനാട്ടോട് പോകുമ്പം അവിടെ നിന്ന് 100 രൂപ നമ്മളെ നിന്ന് വാങ്ങിക്കുമല്ലോ. അത് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളെ നിന്ന് പിടിച്ചു പറിക്കുന്ന കണക്കാണ് അവർ വാങ്ങിക്കുന്നത്. അത് പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. അതാണ് ആ ചേട്ടൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ ആ ചേട്ടൻ ഇവിടുത്തെ ഒരു പ്രധാന ഒരാളും കൂടെ ആണ് സംഭവം. അപ്പോൾ അടിപൊളിയൊരു സ്ഥലമാണ്. ഇതൊരു ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ. ഒരു ചെറിയൊരു ക്ഷേത്രവും കുറേ മലകളും എല്ലാം ആയിട്ടുള്ള ഒരു ചെറിയ മനോഹരമായ ഒരു ഗ്രാമമാണ് കേട്ടോ. ഇവിടെ പാർട്ടിയുടെയൊക്കെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ഇപ്പോൾ താഴെ ആനച്ചാടി, അതായത് അമ്പനാടോട് പോകാം നമുക്ക് ഇതുവഴി. ഇതിലേ പോകുമ്പോഴും നമുക്ക് അവിടെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തൊരു 100 രൂപ കൊടുക്കേണ്ടി വരും. പിന്നെ അമ്പനാട്ടിൽ നിന്ന് വന്നാലും നമ്മൾ അവിടെയും 100 രൂപ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു സ്ഥലമാണ്. അതിനെക്കുറിച്ചാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അടിപൊളിയൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ ചേട്ടൻ പറഞ്ഞിട്ട് അവിടെ ആന ഉണ്ടെന്ന്. ആന ഇപ്പോൾ ഞാൻ കണ്ടില്ല ഇതുവരെയൊക്കെ ആനയൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത്. റോഡിലൊക്കെ ആന നിൽക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പൈനാപ്പിൾ തോട്ടത്തിലെല്ലാം ബംഗാളികളാണ് പണിക്കാർ. ബംഗാളികളല്ലെങ്കിൽ പൈനാപ്പിൾ തോട്ടമില്ല. അപ്പോൾ നമ്മൾ ഹെയർപിൻ വളവാണ് കേട്ടോ. ഇതിപ്പോൾ ഇത് കയറി ഇങ്ങനെ ഇതിറങ്ങി അങ്ങോട്ട് പോകണം. ഇപ്പോൾ കയറി വരുമ്പോൾ ഒരുപാട് ഹെയർപിൻ വളവൊക്കെ കാണും. താഴെ ഒരു ചെറിയ അരുവിയൊക്കെ ഒഴുകുന്നു. അവിടെ ഒരു ചെറിയ പൊളിയല്ലേ, അടിപൊളിയല്ലേ നോക്കെ. എന്നാ ഭംഗിയെന്ന് നോക്കി കാണാൻ. ഇല്ല, മൂന്നാറൊക്കെ പോകുമ്പോൾ നമ്മൾ തേയിലത്തോട്ടത്തിൽ കൂടെ പോകുന്ന കണക്കുള്ള ഒരു ഇതാണ് പൈനാപ്പിൾ തോട്ടം. പൈനാപ്പിളൊന്നും ആയിട്ടില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ മുട്ട കണക്ക് ഇങ്ങനെ ചെറുതായിട്ട് വന്നിരിക്കുന്നേ ഉള്ളൂ. അടിപൊളി വ്യൂ ആണ് കേട്ടോ, കാണാൻ നല്ല. ഇതിൻ്റെ വേറെ സ്ഥലമുണ്ട്, അത് ഞാൻ നോക്കട്ടെ. അതുവഴി പോകാൻ പറ്റും, നമുക്ക് പോവാം. അത് എവിടെ ചെന്ന് കയറുന്ന വഴിയെന്ന് അറിയത്തില്ല, അതാണ്. അത് ഇതിൽ ഉയരത്തിലാണ് കേട്ടോ. അവിടെയും പൈനാപ്പിൾ തോട്ടങ്ങളാണ് ഫുള്ളും. ഒന്നും സംസാരിക്കാനൊന്നും വയ്യ സുഹൃത്തുക്കളെ, വിശന്ന് കുഴഞ്ഞ്. ഓഫ് റോഡ് വീണ്ടും തുടങ്ങിയാടേ. ഓഫ് റോഡ്, അയ്യോ അമ്മച്ചേ, വലിയൊരു കുഴിയായിരുന്നു. പെട്ടെന്ന് ചവിട്ടാക്കത്തില്ലെന്നേ, ഈ കല്ല് കിടക്കുന്നുണ്ട്, ഉരുണ്ട് തറയിൽ വീഴും. അത് ഇങ്ങോട്ട് പോകണ വഴി പോകാമായിരുന്നു, പോയാലും വേണ്ട. ഇതേ കാഴ്ച എന്നെ കണ്ടു കഴിഞ്ഞാലേ ഒരു സുഖം ഉണ്ടാവില്ല. ചെറിയ ക്ഷേത്രം, അതിൻ്റെ മുകളിലൊരു 5-6 വീടുണ്ട് കേട്ടോ. അതൊക്കെ എങ്ങനെ ഇറങ്ങി വരുന്ന അവർ? ഇപ്പോൾ കണ്ടോ, കാണുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ കാണുന്നില്ല, നിങ്ങളാരും കാണാൻ പറ്റത്തില്ല. അത് കുറച്ച് മുകളിലോട്ടാണ്. ഈ വണ്ടി ഈ ആപ്പയെന്ന് പറയുന്ന വണ്ടി എല്ലായിടവും കയറിപ്പോകും കേട്ടോ. ഇത് 4x4 കണക്കൊരു വണ്ടിയാണിത്. എല്ലാ മലയും കുന്നുമൊക്കെ കയറും. ഇവിടെ വന്നപ്പോൾ ഒരു ഇരുട്ട് കേട്ടോ. കേട്ടോ സുഹൃത്തുക്കളെ, ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അത് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉള്ളത് അപ്പുറത്തോട്ടാണ്. പതുക്കെ വന്നാൽ മതി അണ്ണാ. അണ്ണൻ പേടിക്കുന്നത് എന്തിനാ? ഞാനിങ്ങനെ മാറിപ്പോത്തില്ല അണ്ണാ. അണ്ണൻ എന്തിനാ പേടിക്കുന്നത്? അണ്ണൻ പതുക്കെ വന്നാൽ മതി. ആ വെള്ളച്ചാട്ടത്തിൽ കയറണമെങ്കിൽ 100 രൂപ കൊടുക്കണം. അവിടെ 100 രൂപ കൊടുത്താലേ കയറാൻ പറ്റൂ. ഇതിലെ അല്ല വഴി, അപ്പുറത്തൂടെയാണ് വഴി. ഒരു പ്രൈവറ്റ് വെള്ളച്ചാട്ടമാണ് അത്. നമ്മൾ ഈ കഴുതുരുട്ടി വന്നിട്ട് ഗൂഗിൾ എടുത്തിട്ടൊന്ന് അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററേ ഉള്ളൂ കഴുതുരുട്ടിന്ന് കേട്ടോ. അപ്പോൾ അത് 100 രൂപ കൊടുക്കണം. അതിനേക്കാളും നല്ലത് മറ്റേ പാലരുവി പോയി കുളിക്കുന്നത് നല്ലത്. പാലരുവി ആകുമ്പോൾ കുറച്ച് നല്ല കാഴ്ചകൾ കാണാം, ബസ്സിനകത്ത് കയറി പോകാം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് 100 രൂപയ്ക്ക് നട്ടോ. അതിനേക്കാളും കുറ്റാലത്ത് പോയി കുളിച്ചാൽ പോരെ, കുറേ കാഴ്ചകളും കാണാം, ഫ്രീ ആയിട്ട് കുളിക്കാം. പൈസയുടെ അല്ല, പൈസ മേടിക്കുന്നതിനൊരു മര്യാദ വേണ്ടേ.
പ്രകൃതി തന്ന വെള്ളം. അയ്യോ, ഫുള്ള് കട്ടറായി കേട്ടോ, കട്ടർ ആയി തുടങ്ങി. ഒരു 1/2 ലിറ്റർ മൂത്രം ഒഴിക്കണമായിരുന്നു. എവിടെയെങ്കിലും സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ മൂത്രം ഒഴിക്കായിരുന്നു, ഒരു ചായ ഇട്ടായിരുന്നു, അതും കുടിക്കാമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു ജംഗ്ഷനിൽ വന്നു. തമിഴ്നാടിൻ്റെ ഒരു ബസ് കിടക്കുന്നു. തമിഴ്നാട്ടിലെ കുറേ സുഹൃത്തുക്കൾ അവിടെ നിൽക്കുന്നു. ബിരിയാണി ചെമ്പക്കായിട്ടാണ് വന്നിരിക്കുന്നത്, കൊച്ചു കള്ളൻ. അവിടെ ഒരു ചായക്കടയാണോ? ഒരു ചായ കുടിക്കാമായിരുന്നു. അയ്യോ, കുഴി വീണ്. ചായ ഉണ്ടോണ്ണാ? ചായ ഉണ്ടോ? അപ്പോൾ ഓക്കെ, ചായ കുടിക്കാം. ഇവിടുത്തെ ചായ ഇവിടുത്തെ തേയില ആയിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ തകരപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. നമ്മൾ കഴുതുരുട്ടി വന്നിട്ട് അകത്തോട്ട് കയറി പോകുന്ന ഒരു സ്ഥലമാണ്. അടിപൊളിയാണ് കേട്ടോ, അടിപൊളി എന്ന് വെച്ചാൽ ഒരു വ്യൂ പോയിൻ്റാണ് ഇവിടെ. ഫുള്ളും അത് തന്നെയാണ് കേട്ടോ. താഴെ ഈ പൈനാപ്പിൾ തോട്ടങ്ങളൊക്കെയാണ്. നമ്മൾ മുമ്പ് ഒരു ദിവസം ഇവിടെ വന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ വഴിയെന്ന് പറയുമ്പോഴത്തേക്ക് ഇതേ കണക്ക് ഇടുങ്ങിയ വഴിയാണ് കേട്ടോ. ഇപ്പോൾ 2 പേര് നമ്മളാണൊക്കെ കറങ്ങാൻ വന്നേ കേട്ടോ, 2 പയ്യന്മാർ. അവർ അവിടം വരെ പോയിട്ട് തിരിച്ചു വന്ന് ആര്യങ്കായി പോകാൻ പറ്റുമെന്ന്. അപ്പോൾ എൻ്റെ അടുത്തും പറഞ്ഞത് ആര്യങ്കായി പോകുന്ന വഴിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ആര്യങ്കായി പോകാൻ പറ്റും, ഈ വഴി കേട്ടാൽ നമുക്ക് റോഡിൽ ഇറങ്ങാൻ തോന്നത്തില്ല, കാരണം അത്രയ്ക്ക് ഒരു ഡേഞ്ചർ വഴിയാണ് കേട്ടോ. അപ്പോൾ ആ വഴിയല്ല നമുക്ക് പോകേണ്ടുള്ളത്, ഈ വഴിയല്ലേ? അല്ലടെ, അന്ന് വന്നത് ഏത് വഴിയായിരുന്നു? താഴേക്കടയാണല്ലോ വന്നതെന്ന്. ഞാനന്ന് വന്നത് താഴേക്കടയാണ്. ഇത് ഈ വഴിയാണോ ആ വഴിയാണോ എന്ന് അറിയാൻ വയ്യ. എന്തായാലും പോയി നോക്കാം. ആരെങ്കിലും ഒരു മനുഷ്യനെ കുഞ്ഞിനെ കണ്ടാരെ നമുക്ക് ചോദിക്കാമായിരുന്നു. അല്ല, മഴക്കോളും വരുന്നു. അന്ന് വന്നപ്പോഴും മഴക്കോളായിരുന്നു കേട്ടോ, മഴ പൊടിച്ചുകൊണ്ടിരുന്ന ഇത്. അയ്യോ, മുട്ടനൊരു കുഴി. സൂപ്പർ റൂട്ടാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ക്യാമറയിലൊക്കെ കാണുന്ന കണക്കല്ല കേട്ടോ, നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളിയാണ് കാണാൻ. അവിടെ ഒരു റൂട്ട് കിടക്കുന്നു, 2 റൂട്ട് കിടക്കുന്നു. ഇവിടെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവും, നമുക്ക് അങ്ങോട്ടാണോ ഇല്ലേയാണോ എന്നറിയാൻ വയ്യാതാണ്. ആ റൂട്ട് വഴിയാണോ അത്? ഇവിടെ ആര് കാണുന്നില്ല. അടിപൊളി ഒരു കുഴി ചെന്ന് മഴ പൊടിക്കുന്നു സുഹൃത്തുക്കളെ. ആരും ഇല്ലയുടെ എവിടെയെങ്കിലും, ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ലയുടെ എവിടെയെങ്കിലും. അയ്യോ, വഴി തെറ്റിയ. ഏയ്, ആ വഴി തന്നെ, അന്ന് വന്ന വഴി ഇത് തന്നെ.
ആരെയും കണ്ടായിരുന്നേ ചോദിക്കാമായിരുന്നു. ആരെയും കാണണ്ടേ? അടിപൊളി റൂട്ടാണ് കേട്ടോ. മഴ പൊടിക്കുന്ന സുഹൃത്തുക്കളെ. അന്ന് വന്നപ്പോൾ ഇതേ കണക്കായിരുന്നു. പേടിപ്പിക്കുന്ന ഒരു സ്ഥലവും അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു മഴയും. ആരും ഇല്ലെന്ന് ഇവിടെ ഒന്നും. അവിടെ ആരുമല്ല. ഇവിടെ ഒന്നും ആരുമില്ല. അതിലൊന്നും ആയിരിക്കത്തില്ല വഴി. ഇതായിരിക്കും വഴി. അവന്മാരതിലേ പോയി. ഇവിടുത്തെ ആ വ്യൂ നോക്ക്. അതിനകത്ത് നിൽക്കുന്ന മരങ്ങളെ വണ്ണം നോക്ക്. അതായത് എന്തോ പറയുന്ന ഈ വനത്തിന് അത്രയ്ക്കും തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റാണ് കേട്ടോ. അന്ന് ഇവിടം വരെ വന്നപ്പോഴാണ് ഞാൻ തിരിച്ചു പോയത് കേട്ടോ. അതാ ഇവിടെ വന്ന് ഞാൻ തിരിച്ചു പോയി. ആരെങ്കിലും കണ്ടായിരുന്നെങ്കിൽ വഴി കറക്റ്റ് ആക്കാമായിരുന്നു. നിങ്ങളിത് കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഇതെത്ര നിങ്ങൾക്ക് ഈ ക്യാമറയിൽ ഇത് ഇത്ര അറിയാൻ പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്കും ഒരു പേടിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെയൊന്നും ആരും ഇല്ലേ? ഞാൻ അന്ന് അവിടം വരെ വന്ന് തിരിച്ചു പോയി. ഇത് ഭയങ്കരമായ ഒരു ഏരിയയാണ് കേട്ടോ. ഒരു വീടെങ്കിലും കണ്ടായിരുന്നെങ്കിൽ. താഴോട്ട് വീട് കാണുന്നു കേട്ടോ. വീടല്ല, മറ്റേ സമാധാനം. മനുഷ്യന്മാരുണ്ടെന്നറിയാമല്ല. പക്ഷേ അവിടെ ഒന്നും ആരും ഇല്ല. അവിടെയുണ്ട് ആൾക്കാരുള്ള സ്ഥലമാണ്. അങ്ങനെ ആര്യങ്കാവിൽ പോണ വഴി ഇതാണെന്ന് പറഞ്ഞു സുഹൃത്തുക്കളെ. പക്ഷെ പൊളി റൂട്ടാകട്ടോ. ആൾക്കാരെ കണ്ട്, മനുഷ്യന്മാരെ കണ്ട്. ആര്യങ്കാവിൽ പോണോ എങ്ങോട്ടാ ചേച്ചി? അവിടെ അത്രയും പേടിപ്പിക്കുന്നെങ്കിൽ ഇവിടെ കുറച്ച് വീടുകളുണ്ട് കേട്ടോ. പൊളി സ്ഥലം. തകർന്ന ഒരു പാലം. 2018 എല്ലാം തകർന്നതായിരിക്കും. ഇതൊരു വൈബ് സ്ഥലമാണ് കേട്ടോ. ഇത് അടിപൊളി സ്ഥലം. കൊള്ളാമല്ലേ? അങ്ങനെ നമ്മൾ ആര്യങ്കാവിലോട്ട് പോവുകയാണ്. ഇപ്പം ഏകദേശമൊക്കെ നല്ല റോഡായ കേട്ടോ. പൊളിസ്ഥലം. അപ്പോൾ ഇന്ന് നമ്മൾ ബൈക്ക് റൈഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇറങ്ങി നിൽക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലമല്ല ഇതൊന്നും.
അപ്പോൾ അങ്ങനെ ഒരു അഡ്വഞ്ചറായിട്ടുള്ള നമ്മൾ വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെയുള്ള സ്ഥലമൊന്നും അല്ല ഇത്. ഇപ്പോൾ കുറച്ച് വീടുകളൊക്കെ കേട്ടോ. റംബുട്ടാൻ്റെ തോട്ടം നോക്കെ മുകളിലോട്ടൊരു വീട്ടിൻ്റെ മുകളിലാണല്ലേ പടർത്തി. വീട്ടിൻ്റെ മുകളിലല്ല, വീടിൻ്റെ സൈഡിലാണ്, പക്ഷെ മരം ഇപ്പുറത്താണ്. ഇപ്പോൾ ജനവാസ മേഖലയായി, വീടൊക്കെ ആയി ഇവിടെ. അതൊരു വല്ലാത്ത സ്ഥലമായി ഇപ്പോൾ നമ്മളവിടെ കണ്ടത്.